പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞാൻ അഖിൽ മഞ്ചേരി. എ പ്ലസ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് 10ാം ക്ലാസ് അടിസ്ഥാന പാഠാവലിയിലെ ആദ്യത്തെ പാഠഭാഗത്തിൻ്റെ ആശയങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്കറിയാം, ഈ വർഷം മാറിയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. അതിന് അനുയോജ്യമായ രീതിയിൽ തന്നെ പാഠങ്ങളും അവയുടെ ആശയങ്ങളും ചോദ്യ ഉത്തരങ്ങളും നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കുട്ടികൾ വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കണം എന്നുകൂടെ അറിയിക്കുന്നു. നമുക്ക് നേരിട്ട് ആദ്യത്തെ പാഠഭാഗത്തിൻ്റെ ആശയത്തിലേക്ക് പ്രവേശിക്കാം. കുട്ടികൾ ശ്രദ്ധിക്കുക, ഒരു പ്രവേശക പ്രവർത്തനത്തോട് കൂടിയിട്ടാണ് 10ാം ക്ലാസ് അടിസ്ഥാന പാഠാവലി ആരംഭിക്കുന്നത്. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വാക്കുകളിലൂടെയാണ് തുടങ്ങുന്നത്. വാക്കുകൾ ശ്രദ്ധിക്കുക. കല ആനന്ദമാണ്. ആ ആനന്ദം പ്രകാശം പോലെ സർവ്വവ്യാപിയുമാണ്. അല്ലേ? ഇതിൽ പറയുന്നത് എന്താണ്? കല എന്ന് പറയുന്നത് ഒരു ആനന്ദമാണ്, സന്തോഷമാണ്. ആ ആനന്ദം എന്ന് പറയുന്നത് പ്രകാശം പോലെ സർവ്വവ്യാപിയുമാണ് എന്നാണ് പറയുന്നത്. ചോദ്യം ശ്രദ്ധിക്കുക. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഈ നിരീക്ഷണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുക എന്നതാണ് ചോദ്യം. ഉത്തരം ശ്രദ്ധിക്കുക. കലയെക്കുറിച്ചുള്ള നിരീക്ഷണമാണ് ടാഗോർ ഈ വരികളിലൂടെ അവതരിപ്പിക്കുന്നത്. കല ആനന്ദമാണെന്നും അതിലൂടെ ലഭിക്കുന്ന ആനന്ദം പ്രകാശം പോലെ സർവ്വവ്യാപിയുമാണ് എന്നും പറയുന്നു. മനുഷ്യ മനസ്സിനെ എളുപ്പത്തിൽ സ്വാധീനിക്കാനുള്ള കഴിവ് കലയോളം മറ്റൊന്നിനുമില്ല എന്ന് നമുക്കറിയാം. മനുഷ്യ മനസ്സിനെ കൂടുതൽ തരളിതമാക്കാനും ഈ കലാസ്വാദനം കൊണ്ട് സാധിക്കുന്നു. മനുഷ്യ ജീവിതത്തെ കൂടുതൽ സുന്ദരവും പ്രസാദാത്മകവുമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കലകൾക്ക് വലിയ പങ്കുണ്ട്. സിനിമകൾ, ഗാനങ്ങൾ, നൃത്തങ്ങൾ, ചിത്രം വരകൾ എന്നിവയെല്ലാം ഇതിന് ഉദാഹരണമാണ്. ജീവിത സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യർക്ക് സന്തോഷത്തിൻ്റെ ലോകം കാണിച്ചു കൊടുക്കുന്നതാണ് കലകൾ. അതുകൊണ്ട് മനുഷ്യ ജീവിതത്തിൽ കലകൾക്കുള്ള സ്വാധീനം വളരെ വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. തുടർന്ന് നമ്മുടെ ആദ്യത്തെ പാഠഭാഗത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഒരു കഥയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. കഥയുടെ പേരാണ് ചിത്രകാരി എന്ന് പറയുന്നത്. അപ്പോഴെന്താണ് ഈ കഥയുടെ ആശയം എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഉത്തരം ശ്രദ്ധിക്കുക. ഷാഹിന ഇക്കയുടെ ചിത്രകാരി എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് ഫിസ എന്ന് പറയുന്നത്. ഫിസ ഒരു എഴുത്തുകാരിയും ചിത്രകാരിയും ആയിരുന്നു. ദൈവം തൊട്ട കൈവിരലുകൾ ഉള്ള ചിത്രകാരി എന്ന് മറ്റുള്ളവരാൽ വിശേഷിപ്പിക്കപ്പെട്ട കലാകാരിയാണ് അവൾ. ചെറുപ്പം മുതലേ ചിത്രം വരയിലും സാഹിത്യത്തിലും താല്പര്യമുണ്ടായിരുന്ന ഫിസ എപ്പോഴും ആനന്ദം കണ്ടെത്തിയിരുന്നത് എഴുത്തിലൂടെയും വരയിലൂടെയും ആയിരുന്നു. വിവാഹശേഷവും അത് തുടരാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും പിന്നീട് അതിനു സാധിക്കാതെ വരുന്നതാണ് കഥയിൽ കാണുന്നത്. എന്നാൽ ആ ആഗ്രഹങ്ങൾക്ക് വിപരീതമായി പെൺകുട്ടികളായാൽ വീട്ടുജോലികളും അടുക്കള പണികളും ഭർത്താവിൻ്റെയും കുട്ടികളുടെയും കാര്യങ്ങളും ചെയ്യാൻ മാത്രമുള്ളവരാണ് എന്ന ചിന്താഗതിയുള്ള ഒരു കുടുംബത്തിലാണ് അവൾ എത്തിപ്പെട്ടത്. റബ്ബറിൻ്റെയും സ്വർണത്തിൻ്റെയും വില കയറ്റിറക്കങ്ങൾ, നല്ല ഭക്ഷണം, ചിരിക്കാൻ വകതരുന്ന സിനിമ, അതൊക്കെയും താല്പര്യമുണ്ടായിരുന്ന അയാൾക്ക് അതിൽ താല്പര്യമില്ലാത്ത അവളുടെ എഴുത്തും വരയും അലോസരപ്പെടുത്തുന്നു. ഇൻ്റർസോണിന് പോലും പങ്കെടുത്ത് 1ാം സ്ഥാനം നേടിയ ചിത്രപ്രതിഭയായ അവളുടെ ഗുണഗണങ്ങൾ സുഹൃത്ത് പറയുന്നത് കേൾക്കുമ്പോൾ അസൂയപ്പെടുത്തുന്ന അവളുടെ കഴിവുകൾ അയാളിൽ അപകർഷബോധം നിറച്ചു. അവളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് തടയിടാൻ എത്തിനോട്ടങ്ങളിലൂടെയും അവഗണനയിലൂടെയും കുറ്റപ്പെടുത്തലിലൂടെയും മറ്റും ആ കുടുംബം ശ്രമിച്ചു. എന്നാൽ മൗനത്തിലൂടെ
അതിനെയെല്ലാം അവൾ പ്രതിരോധിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഹാഫിസിൻ്റെ അമ്മ എപ്പോഴും വീട്ടിലെ പണികളെക്കുറിച്ചും പെൺകുട്ടികളുടെ കടമയെക്കുറിച്ചും അവളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. പണിയൊക്കെ തീർത്തിട്ടാണ് ചിത്രം വരയ്ക്കുന്നതെന്ന് ഫിസ പറയുന്നുണ്ട്. എന്നാൽ അനക്ക് കലത്തപ്പം ചുടാനറിയോ, ചുക്കപ്പം ചുടാനറിയോ, ബിരിയാണി വെക്കാനറിയോ എന്നൊക്കെ അമ്മ ചോദിച്ച് അവളെ കുറ്റപ്പെടുത്തുമ്പോൾ അമ്മയുടെ വാക്കുകൾ കേട്ട് നിറ കണ്ണുകളോടെ ഫിസ ഭർത്താവിനെ നോക്കുന്ന സമയം അയാൾ അവളെ അവഗണിക്കുകയാണ്. അവളുടെ ചിത്രങ്ങൾ കാണാനും വിവരങ്ങൾ അന്വേഷിക്കാനുമായി ആളുകൾ വന്നു പോകുന്നത് ഹാഫിസിനെയും കുടുംബത്തെയും അലോസരപ്പെടുത്തുന്നു. ചിത്ര പ്രദർശനം നടത്താനുള്ള അവളുടെ ആഗ്രഹത്തിനും അയാൾ തടസ്സം നിൽക്കുന്നു. കഥയുടെ അവസാനം ഹാഫിസ് ഫിസയുടെ കയ്യിൽ നിന്ന് ബ്രഷ് തട്ടിത്തെറിപ്പിക്കുന്നു. ഇത് തൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു മേലുള്ള ആ കടന്നുകയറ്റത്തെ പ്രതിരോധിക്കാൻ കഴിയാനാവാതെ നിശബ്ദമായി കരയാൻ മാത്രമേ അവൾക്ക് കഴിയുന്നുള്ളൂ. ചിത്രകലയെയോ ഒരു കലാകാരിയുടെ മാനസികാവസ്ഥയെയോ മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു കുടുംബത്തിലേക്ക് വിവാഹിതയായി കടന്നു വരുന്ന ഫിസയുടെ വീർപ്പുമുട്ടലുകളും നിസ്സഹായതയും നാം തിരിച്ചറിയുന്നു. അപൂർണമായ ഒരു ചിത്രത്തിൻ്റെ മഞ്ഞ പച്ച ഛായങ്ങൾ എന്ന കഥാവാക്യം അവൾക്ക് കലാജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നതിൻ്റെ സൂചനയാണ്. നിശബ്ദമായ കരച്ചിലോടെ അവൾ കൈ കഴുകാൻ തുടങ്ങി എന്ന പ്രയോഗത്തിൽ കുടുംബ ജീവിതത്തിലെ കെട്ടുപാടുകളിൽ അകപ്പെട്ട് സർഗാത്മകമായ കഴിവുകൾ വേദനയോടെ ഉപേക്ഷിക്കേണ്ടി വരുന്ന പെൺകുട്ടികളുടെ ജീവിതമാണുള്ളത് എന്നും മനസ്സിലാക്കാം. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചതോടെ ഒരു കലാകാരിയുടെ ജീവിതം എപ്രകാരമാണ് മാറി മറിയുന്നതെന്ന് ഈ കഥയിൽ ആവിഷ്കരിക്കുന്നു. സ്വത്വബോധം നഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയെ പ്രതിരോധിക്കാനുള്ള കരുത്ത് സ്വയം ആർജിക്കേണ്ടതിനെ ഓർമ്മപ്പെടുത്തുന്നു ഈ കഥയിലെ ഫിസ. കല്യാണം ഉറപ്പിക്കാനായി വരുന്ന ഭർതൃ പിതാവിനോട് താൻ വര നിർത്തിയിട്ടില്ലെന്ന കാര്യം ഫിസ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് ഇതിന് വിപരീതമായാണ് ഭർതൃ വീട്ടിൽ നടക്കുന്നത്. കല, രാഷ്ട്രീയം, സാഹിത്യം തുടങ്ങിയ മേഖലകളിൽ പ്രശസ്തരാകാൻ സാധ്യതയുള്ള സ്ത്രീകൾ നൂറ്റാണ്ടുകളായി നേരിടുന്ന വെല്ലുവിളികളിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ലെന്ന് ഫിസ എന്ന കഥാപാത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പം ഇത്രയാണ് ഈ പാഠഭാഗത്തിൻ്റെ ആശയമായിട്ടുള്ളത്. കുട്ടികൾ ഈ ആശയം വീണ്ടും വീണ്ടും കേൾക്കുക, കൃത്യമായ രീതിയിൽ എഴുതിയെടുക്കാനും കൂടെ ശ്രദ്ധിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠഭാഗത്തിൻ്റെ ആശയവുമായി ബന്ധപ്പെട്ട് കണ്ടുമുട്ടാം. നന്ദി.